ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും JBR ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുടെ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്ന ചെടികളുടെ വിശേഷങ്ങളുമായിട്ടാണ്. മഴ കിട്ടിയപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മളെ നാടൻ ജറവറ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറായിട്ടുണ്ട്. എന്താ ചുവട്ടിലൊക്കെ നന്നായിട്ട് വീണ്ടും മുട്ടൊക്കെ വന്ന് 4 മുട്ട വന്നിട്ടുണ്ട്. എന്താ ഇതിപ്പോൾ നമ്മൾ വെള്ളം എത്ര കൊടുത്താലും ഇതുപോലെ അല്ല ഫ്രഷായിട്ട് നിൽക്കില്ല. മഴ കിട്ടുമ്പം നല്ല ഭംഗിയായിട്ട് എല്ലാ പ്ലാന്റും നന്നായിട്ട് ഫ്ലവർ ആകുന്നുണ്ട്. ഇത് നമ്മളെ നാടനാണേ. ഇതിലും ഒരു പൂ ഫ്ലവർ നേരത്തെ കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് ഇതിപ്പോൾ 3ാമത്തെ ഫ്ലവറാണേ. വീണ്ടും എൻ്റെ അടുത്തുനിന്ന് ചവിട്ടിനിങ്ങനെ മുട്ട വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ മഴ കിട്ടിയിട്ടും ഫ്ലവർ ആവാതെ നിൽക്കുന്ന ജെറീനയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇത്തിരി നമുക്ക് ഇതാണ് ചാണകപ്പൊടിയും എല്ലുപൊടിയും അല്പം വേപ്പ പിണ്ണാക്കും കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഈ ചെടിയുടെ ഈ പ്ലാന്റ്സിൻ്റെ ചുവടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പ്ലാന്റും പെട്ടെന്ന് അടിപൊളിയായിട്ട് ഫ്ലവർ വരും. ഏത് വളം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ചുവടൊന്ന് ഇളക്കിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഒരു കാരണവശാലും നമ്മളിടുമ്പം പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അടുത്തൊന്നും വീഴാൻ പാടില്ല. പ്രത്യേകിച്ച് ജറവറ ഇതിൻ്റെ ലീഫ് പെട്ടെന്ന് ചീഞ്ഞു പോകും. ലീഫ് മാത്രമല്ല അതിൻ്റെ ചുവട് നന്നായിട്ട് ചീഞ്ഞു പോകും. പിന്നെ ഈ പ്ലാന്റ് പൂർണ്ണമായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നമ്മൾ വളം ചെയ്യുമ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എല്ലുപൊടിയൊക്കെ ചൂടാണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഒരു സ്പൂണിന് ഒരു 2-3 സ്പൂണൊക്കെ അതിൻ്റെ ചൂടിലോട്ട് മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മഴ ആയതുകൊണ്ട് നമുക്ക് അതിന് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെ സ്റ്റാർ സീനിയ സുന്ദരിയായിട്ട് നല്ല ഭംഗിക്ക് ഫ്ലവറായി നിൽക്കുന്നുണ്ട്. നമ്മളെ യെല്ലോ കളർ നാടൻ റോസാണിത്. റോസിനൊക്കെ എല്ലാത്തിനും മഴയാണ് കേട്ടോ ആവശ്യം. എല്ലാത്തിനും നിറയെ മുട്ട വന്നിട്ടുണ്ട്. അടുത്തെല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാമെന്നുള്ള നല്ല നമ്മളെ സൺഫ്ലവറിൻ്റെ അനിയത്തി എന്നൊക്കെ പറയാമല്ലേ, നിറയെ ഫ്ലവറാണിത്. ഇതൊരു ചുവടുണ്ടെങ്കിൽ 1000കണക്കിന് പൂക്കൾ വരും കേട്ടോ ഈ ഒരു പ്ലാന്റിൽ. ഇതാ 3-4 ദിവസം ഈ പ്ലാന്റ് കൊഴിഞ്ഞു പാടി പോവാതെ ഇതിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പലർക്കും സംശയമാണ്. പാടത്തും വയലോരം തോട്ടിൻ്റെ കരയിലൊക്കെ പടർന്നിട്ട് ഇതേ സെയിമിലൊരു കമ്മൽച്ചെടി, ഇത് കമ്മൽച്ചെടി എന്ന് പറയും, പടർന്ന് നിറയെ പച്ച ഗ്രീൻ ഇല വന്നിട്ട് അങ്ങും ഇഞ്ഞും ഓരോ പൂവായിട്ട് നിൽക്കും. അതാണെന്ന് കുറേ പേര് വീഡിയോകളിലൊക്കെ പറയണ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല ഇത് കണ്ട നമുക്ക് തറയിൽ വെച്ച് കൊടുക്കും. ഇങ്ങനെ നല്ല ഹൈറ്റിനെത്തി പോയിട്ടാണ് ഇതിൽ നിറയെ ഫ്ലവർ വരണത്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ള. ചട്ടിയിൽ വെക്കുന്നതിൽ അത്ര നല്ല ഹെൽത്തി ഇല്ല. ഈ പ്ലാന്റ് താഴെ നിലത്താണ് വെച്ചിട്ടുള്ളത്. അത് പടർന്ന് പന്തലിച്ച് ഒരു ചോട്ടിൽ നിന്ന് തന്നെ ഇത്രയും ഫ്ലവർ. ഇത് മാത്രമേ വേറൊരു ചട്ടിയിലായിട്ടുള്ളൂ. ഇത്രയും പ്ലാന്റ് മാത്രം. ഒക്കെ നല്ല ഭംഗിയല്ലേ. എല്ലാവരും പറയും സീഡ് വീണിട്ട് കാട് പോലെ ആവുന്നു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും സീഡ് അങ്ങനെ വീണിട്ടൊന്നും ഇവിടെ കാട് പോലെ ഒന്നും ആവണില്ല. ഈ പ്ലാന്റ് കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് പിടിപ്പിച്ച് വേറെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ ചെടിച്ചട്ടിയിലോ തറയിലോ ഒക്കെ ചിലപ്പോൾ പൊടിച്ച് കിട്ടിയാലായി. ചില സമയങ്ങളിൽ കാണില്ല. മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. വീണ്ടും ഒരു പ്ലാന്റ്സ് കിട്ടിയതിനെ വെച്ച് പിടിപ്പിച്ചതാണ്. നല്ല ഭംഗിയല്ലേ. അപ്പോൾ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കാണുന്ന കൂട്ടത്ത് ഇതുപോലത്തെ പ്ലാന്റിൻ്റെ എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉള്ളതിന് ഇതുപോലുള്ളതൊക്കെ പ്ലാന്റ് നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഈ ഫോട്ടോ ഏതാണ് പ്ലാന്റ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്ന പ്ലാന്റ്സ് എപ്പോഴെങ്കിലും ആരെങ്കിലും വാങ്ങിക്കുന്ന കൂട്ടത്ത് നമ്മൾ കട്ടിങ്സ് സീഡോ വേണമെന്നുള്ളത് ഫ്രീ ആയിട്ട് വെച്ചേക്കാമേ. കൂട്ടുകാർ മറക്കരുത്, വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഫുൾ വീഡിയോ കാണണം. കണ്ടിട്ട് ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് കട്ടിങ് എടുക്കാനായിട്ടുള്ളതിൻ്റെ മാത്രമായിരിക്കണേ. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്ങോ അല്ലെങ്കിൽ സീഡോ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് വാങ്ങിക്കണ കൂട്ടത്ത് നിങ്ങൾക്ക് അയച്ചു തരേ.
നമ്മളെ കാസ്റ്റിലൊക്കെ വീണ്ടും ഫ്ലവറായി പഴയതുപോലെ നിറയെ ആവില്ല, അങ്ങും ഇഞ്ഞും കുറച്ച് ഫ്ലവറൊക്കെ ഇങ്ങനെ വരും, 2-3 ദിവസം നിന്നിട്ട് അങ്ങ് പോവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ് മഴയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പിടിക്കും. ഇതിൻ്റെയൊക്കെ കട്ടിങ് വേണമെന്നുള്ളവർ പറയണേ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.